പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങളുടെ ലൈസൻസ് ഫീസ് 15 വർഷത്തിൽ ഒരിക്കലാക്കി അമിത നിരക്ക് ഒഴിവാക്കണമെന്ന് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ വാർത്താ സമ്മേളനത്തിൽ. കപ്പൽ കമ്പനികൾ നഷ്ടപരിഹാരം തരുന്നതുവരെ മത്സ്യമേഖലയെ സംരക്ഷിക്കുവാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ആവശ്യം. കടലിൽ പോകുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾക്ക് എല്ലാ വർഷവും ലൈസൻസ് പുതുക്കുക എന്നുള്ളതും അതുകൂടാതെ ക്ഷേമനിധി വിഹിതം മത്സ്യത്തൊഴിലാളി സംഘടനകളോട് യാതൊരുവിധ ചോദ്യം പറച്ചിലും ഒന്നുമില്ലാതെ അത് 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ടും കൂടാതെ യാനങ്ങൾക്കുള്ള ക്ഷേമനിധിയും ഒക്കെ ചുമത്തിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. അത് ഇന്നിപ്പോൾ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് സംസാരിക്കുന്നത് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജാക്സൺ പൊള്ളയിൽ അവർകളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കൂടാതെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് രാജു ആശ്രയം, എറണാകുളം ജില്ലാ സെക്രട്ടറി PS പൊടിയൻ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിജി തയ്യിൽ എന്നിവരാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ വൈപ്പിനിലെ കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയ ഒരു എറണാകുളം ജില്ലയിലെ ചെല്ലാനത്തുള്ള ജപമാല എന്നൊരു വള്ളത്തെ ഫിഷറീസ് സൈഡ് തടയുകയും അതിന് ലൈസൻസ് പുതുക്കിയിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ആ വള്ളം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യ സംഭവമുണ്ടായി. നമുക്കറിയാം 40ഓളം തൊഴിലാളികളാണ് ഒരു വള്ളത്തിൽ വരുന്നത്. ഒരു ലൈസൻസ് പുതുക്കിയില്ല എന്ന പേരിൽ 40ഓളം വരുന്ന തൊഴിലാളികളുടെ ഉപജീവനം മുട്ടിച്ചുകൊണ്ട് ആ വള്ളം കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ ഞങ്ങൾക്ക് AD ഓഫീസ് ഉപരോധിക്കേണ്ടി വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും നമ്മുടെ റോഡിലൂടെ വാഹനം ഉൾപ്പെടെ എല്ലാത്തിനും രജിസ്ട്രേഷൻ ലൈസൻസ് സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ അതൊക്കെ എല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് നമ്മുടെ മേഖലയിൽ പലതുമുള്ളത്. പക്ഷേ മത്സ്യബന്ധന മേഖലയിലേക്ക് വരുമ്പോൾ ഇതൊരു ഉപജീവന മാർഗമാണ്. പ്രകൃതിയുടെ താളപ്പിഴകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഞങ്ങൾ. ഒരാഴ്ചയുള്ള 6 ദിവസം പോയാൽ 6 ദിവസം ഞങ്ങൾക്ക് പണി കിട്ടാറില്ല. ഇതിൽ 1-2 ദിവസമാണ് പണി കിട്ടുന്നത്. ആയിരക്കണക്കിന് വള്ളങ്ങൾ പോയാൽ അതിൽ 10, 200, 300 വള്ളങ്ങൾക്ക് പണി കിട്ടാറുള്ള. അപ്പോൾ പലപ്പോഴും അങ്ങനെ ആ ഒരു പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു തൊഴിലാളി സമൂഹത്തിൻ്റെ യാനങ്ങൾക്ക് നിയമം വേണം, നിയന്ത്രണത്തിന് ഞങ്ങളും വിധേയനാകാൻ തയ്യാറാണ്. പക്ഷേ രജിസ്ട്രേഷൻ ഓൾറെഡി ഞങ്ങൾക്കുണ്ട്. 15 വർഷത്തേക്കുള്ള രജിസ്ട്രേഷനാണ്. 25 മീറ്റർ വരെയുള്ള ഒരു വള്ളത്തിന് 25,000 രൂപ ഞങ്ങളോട് രജിസ്ട്രേഷൻ ഫീസ് വാങ്ങുന്നുണ്ട്. അതേ വള്ളത്തിന് എല്ലാ വർഷവും ലൈസൻസ് എന്ന പേരിൽ 25,000 രൂപ, 25 വരെ ഉണ്ട്, ചെറുതെന്ന് തുടങ്ങി വരും. പിന്നെ കൂടാതെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് ഏറ്റവും വലിയ വള്ളത്തിന് 9,000 രൂപ അടക്കണം. ഇത് വേറെ ഒരു മേഖലയിൽ, ഉൽപ്പാദന മേഖലയിൽ നമുക്കറിയാം ടൂറിസം മേഖലയിൽ ഹൗസ് ബോട്ടുകളുണ്ട്. ഉൽപ്പാദന മേഖല അവർക്കൊക്കെ ടണ്ണേജ് കണക്കിന് ഉള്ള രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. ലൈസൻസ് ഒന്നും അവർക്കില്ല. നമ്മൾ വേറെ എന്തെടുത്ത് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ വാഹനങ്ങളുള്ളത് നമുക്കറിയാം. അതൊക്കെ എല്ലാം കൃത്യമായിട്ട് ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൃത്യമായിട്ട് വരുമാനം ഉണ്ടാകും. പക്ഷേ ഇത് കൃത്യമായിട്ട് വരുമാനം ഉണ്ടാകാത്ത ഒരു മേഖലയിൽ പണിയെടുക്കുന്ന ഒരു ജനവിഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ആവശ്യം ഈ വിഷയത്തിൽ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെടണം. ലൈസൻസ് എന്നുള്ളത് ഗവൺമെൻറ്റിന് വേണോ നിർബന്ധമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാൻ താല്പര്യമില്ല. ഇനി മുതൽ ഗവൺമെൻറ് താല്പര്യമുണ്ടെങ്കിൽ അത് 15 വർഷത്തിൽ ഒരിക്കലാക്കണം. 15 വർഷത്തിൽ ഒരിക്കലാക്കിയാൽ ഞങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. അതല്ലാത്തടത്തോളം കാലം എല്ലാ വർഷവും ഇത്തരത്തിൽ വള്ളങ്ങളുടെ യാനങ്ങൾ അടികണക്ക് കൂട്ടി വള്ളങ്ങൾക്ക് ലൈസൻസും രജിസ്ട്രേഷനും ക്ഷേമനിധി വിഹിതവും പിരിക്കാനാണെങ്കിൽ ഞങ്ങൾ ഇന്ന് മുതൽ കൊടുക്കാൻ തയ്യാറല്ലെന്ന് പറയുന്ന അവസരം ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം, ഇവിടെ അന്യസംസ്ഥാന ബോട്ടുകളുണ്ട്. ഈ നാട്ടിൽ രജിസ്ട്രേഷൻ ഇല്ല, ഇവിടെ കേരള ലൈസൻസ് ഇല്ല. അവർക്ക് ഒരു വർഷം പ്രവർത്തിക്കുന്നതിന് അവർക്ക് ഇന്നസെൻറ്റ് പാസേജ് എന്ന് പറഞ്ഞുകൊണ്ട് 25,000 രൂപ ഒരു ബോട്ടിന് യൂസർ ഫീ കൊടുത്താൽ നമ്മുടെ ഹാർബറിൽ യഥേഷ്ടം ഉപയോഗിക്കാം. വെറും 25,000 രൂപ കൊടുത്താൽ മതി. അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ ഈ തദ്ദേശീയരായ ഞങ്ങളും ആ ഒരു മാർഗം സ്വീകരിച്ചാൽ പോരെ. വെറും 25,000 രൂപ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അന്യസംസ്ഥാന യാനങ്ങൾക്ക് യൂസർ ഫീ കൊടുത്ത് യഥേഷ്ടം നമ്മുടെ ഹാർബറിൽ അത് മത്സ്യം, അതായത് അവൻ വരുന്ന ഏത് സ്റ്റേറ്റിൽ നിന്നാണോ വരുന്നത് ആ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വഴിക്കും മത്സ്യം കടലിൽ പിടിച്ച ശേഷം വിൽക്കാനുള്ള അവസരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടം കേന്ദ്രീകരിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മുടെ കൊച്ചിയിൽ മാത്രമുണ്ട് 10-600 മേഖലയിൽ അന്യസംസ്ഥാന യാനങ്ങൾ.
ഇതിൽ ലൈസൻസ് ഇല്ല, രജിസ്ട്രേഷൻ ഇല്ല, പലതിനും യൂസർ ഫീ പോലും പലതും കൊടുക്കാറില്ല. ഏതെങ്കിലും കുറച്ചെണ്ണത്തിൻ്റെ യൂസർ ഫീ വാങ്ങിച്ചുകൊണ്ട് ഒരു ബിനാമി ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരെ യഥേഷ്ടം ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ഈ നാട്ടിലെ തദ്ദേശീയരായ ഞങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ചുകൊണ്ട്, ഞങ്ങൾ ചെറുമീൻ പിടിക്കാൻ തയ്യാറല്ല, പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കും, ഞങ്ങളുടെ ഫൈൻ ഈടാക്കും ഞങ്ങൾക്ക്. പക്ഷെ എന്തുകൊണ്ട് ഈ അന്യ സംസ്ഥാന യാനങ്ങൾ നിരോധിച്ചിരിക്കുന്ന എല്ലാ മത്സ്യങ്ങളും ടണ്ണേജ് കണക്കിന് നമ്മുടെ ഹാർബറിൽ കയറ്റുന്നുണ്ട്? ഇത് കണ്ടുകെട്ടാൻ ഫിഷറീസ് വകുപ്പിന് എൻഫോഴ്സ്മെന്റ് തയ്യാറാവുന്നില്ല. അവർക്ക് ആകെ പകൽ സമയങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്നത് തദ്ദേശീയരാണ്. ഞങ്ങൾ വെളുപ്പിന് 5 മണിക്ക് പോയിട്ട് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് കരക്കയറുന്നവരാണ്. അപ്പോൾ ഞങ്ങളെ മാത്രമാണ് ഇവരുടെ ഡ്യൂട്ടി സമയത്ത് ഇവർക്ക് പരിശോധിക്കാനും ശിക്ഷിക്കാനുമുള്ള ഏക ഒരു ജനവിഭാഗം. പക്ഷേ അന്യ സംസ്ഥാന ബോട്ടുകളൊക്കെ നമുക്കറിയാം, കടലിൽ കിടന്ന് വെളുപ്പിനെ 3 മണി മുതൽ ഹാർബറിലേക്ക് വന്ന് ഈ നിരോധിക്കപ്പെട്ട മത്സ്യങ്ങളെല്ലാം ടൺ കണക്കിന് കൊണ്ടുവന്ന് ഇറക്കുകയും വിറ്റഴിക്കുകയും ചെയ്യുന്നിട്ട് ഇവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു ഇതുമില്ല. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് ഫിഷറീസ് വകുപ്പ് ക്ഷേമനിധി വിഹിതം ഒഴിവാക്കണം, രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ മത്സ്യമേഖലയിൽ നിന്ന് പിരിക്കാൻ പാടുള്ളൂ, ലൈസൻസ് ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങളുമായി മനസ്സിലാക്കാൻ നമുക്കറിയാം, ഇപ്പോൾ കടൽ മേഖല പ്രതിസന്ധിയിലാണ്. കപ്പലപകടം സൃഷ്ടിച്ച കണ്ടെയ്നറുകൾ അലക്ഷ്യമായിട്ട് ഒഴുകി നടക്കുന്നു, അതിൻ്റെ പീഡനങ്ങൾ ഞങ്ങൾ സഹിക്കുന്നു. ഇപ്പം അമേരിക്ക ചുമത്തിയിരിക്കുന്ന അമിത ചുങ്കം നമുക്കറിയാം കയറ്റുമതിയെ സാരമായി ബാധിക്കുന്നുണ്ട്. പക്ഷേ ആഭ്യന്തര വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്ന മത്സ്യത്തിന് പോലും ആ അമേരിക്കൻ ചുങ്കത്തിൻ്റെ പേരിൽ വില ഇടിക്കുക. മത്സ്യബെട്ട് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. അടിയന്തരമായിട്ട് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ മത്സ്യമേഖല ഇത്തരം പ്രതിസന്ധികളുണ്ടായാൽ അത് പരിഹരിക്കാൻ ഇടപെടുക എന്നുള്ളതാണ് മത്സ്യബെട്ട് എന്ന് പറഞ്ഞ ഏജൻസി. അവർ ആ മേഖലയിൽ വരുന്നില്ല. ഇവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്രീസിംഗ് സംവിധാനമുള്ള സ്റ്റോറേജ് കൊച്ചിയിലുണ്ട്. അതവിടെ ഇട്ടിരിക്കുകയാണ്, പ്രവർത്തിപ്പിക്കുന്നില്ല. കാര്യം മത്സ്യം സ്റ്റോറേജ് ചെയ്യാനുള്ള ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹം പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യം ശേഖരിക്കുകയും അത് അവർക്ക് വില കിട്ടുന്ന രീതിയിലേക്ക് ചെയ്യാൻ തന്ന സംവിധാനമാണ്, അതൊക്കെ പ്രവർത്തിപ്പിക്കാതിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാനൊരു മത്സ്യത്തൊഴിലാളി കൂടിയാണ്, അല്ലാതെ നേതാവത്തുള്ള കടലിൽ പോകുന്ന ഒരു മത്സ്യത്തൊഴിലാളി കൂടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കടലിൽ പോകാൻ മത്സ്യത്തൊഴിലാളിക്ക് ഭയമാണ്. കാരണം എന്താണ്, ഏത് സമയത്താണ് ഇവർ ചാടി വീണ് ഞങ്ങളെ പിടിക്കണമെന്ന് മനസ്സിലാവില്ല. എന്തോ കള്ളന്മാരെ അല്ലെങ്കിൽ കൊള്ളക്കാരെ പിടിക്കണ പോലെയാണ് ഫിഷറീസ് വകുപ്പ് ഞങ്ങളുടെ മേൽ ചാടി വീണ് ഞങ്ങളെ പരിശോധന നടത്തും. അല്ല, ഇതിനു വേണ്ട കാരണങ്ങൾ കേരളത്തിൽ ഈ പരമ്പരാഗത മത്സ്യമേഖലയിലുണ്ട്. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങളുടെ മേൽ ആരുടെ അനുവാദമില്ലാതെ സർക്കാർ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു, ഉദ്യോഗസ്ഥന്മാർ ചാടി വീണത് നടപ്പിലാക്കണം. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് കടൽ. ഈ മത്സ്യബന്ധന ഉപകരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി ഒരു 300 രൂപ വെച്ച് ഒരു വർഷം ക്ഷേമനിധി വിഹിതം കൊടുക്കണം. മത്സ്യബന്ധന ഉപകരണം ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണ ഒരു ഫീസ് കൊടുക്കണം, ഒരു ലൈസൻസ് ഇത് കൊടുക്കണം. അത് കഴിഞ്ഞ് വർഷം ഞങ്ങൾ ആ ഉപകരണത്തിൻ്റെ മേൽ എന്തിനാണ് ഞങ്ങൾ ലൈസൻസ് പുതുക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഏത് നിയമമാണ് ഇവിടെ കേരളത്തിലുള്ളത്? ഒരു ഉപകരണത്തിൻ്റെ മേൽ ഞങ്ങൾ മത്സ്യബന്ധനം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ മേൽ പൈസ പിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് നിയമമാണ് ഞങ്ങൾക്ക് മനസ്സിലാകണില്ല. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം. സർക്കാരിന് അത് വള്ളങ്ങൾ അടിക്കണക്ക് അളന്ന് തൂക്കി പൈസ കൊടുക്കണം. 25,000 രൂപ മുതൽ ചെറുവള്ളങ്ങൾക്ക് 3,000-4,000 രൂപ വരെയൊക്കെ ഞങ്ങൾ പൈസ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഈ കടലിൽ അത് ഒരു വർഷത്തെ ഫീസല്ലേ ഇവർ ചോദിക്കുന്നത്. ഞങ്ങൾ ഒരു വർഷം 365 ദിവസം കടലിൽ പോകണുണ്ടായില്ലെന്ന് ഇവർ പരിശോധിക്കുന്നുണ്ട്. ഒരു വാഹനം കടലിൽ പോകുന്നത് ആദ്യം അത് ഇവർ പരിശോധിക്കണം. ശരാശരി 365 ദിവസങ്ങളിൽ ഞായറാഴ്ച പാട് അവധിയാണ്. 200 ദിവസം പോലും പ്രവൃത്തി ദിവസം കടലിൽ കിട്ടുന്നില്ല. അതിൽ ചില വള്ളങ്ങൾ 50 ദിവസം 3 മാസം സീസൺ മാത്രം ഉപയോഗിക്കുന്ന വള്ളങ്ങൾ, അല്ലെങ്കിൽ 2 മാസം മാത്രം ഉപയോഗിക്കുന്ന വള്ളങ്ങൾ. ആ വള്ളങ്ങൾ ഒരു വർഷത്തെ ഫീസ് ഫിഷറീസിലടച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താൻ അനുവാദമുള്ളൂ. അപ്പം ഞങ്ങൾ കേരളത്തിൽ ജനിച്ചു വളർന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ നിന്ന് പോയി ഉപജീവനം നടത്താനുള്ള മാർഗം ഇല്ല. ഞങ്ങളുടെ ജീവിതമാർഗത്തെ ഇവർ തടയേ. ഞങ്ങൾ ന്യായമായിട്ടും പറയാണ്, ലൈസൻസ് വർഷാവർഷം പുതുക്കൽ ഞങ്ങൾക്ക് പറ്റില്ല. അതിൻ്റെ നിയമവശങ്ങൾ ഒരുപാടാണ്. ഈ കയറുന്ന ആളുകളുടെ മുഴുവൻ രേഖകൾ കൊടുക്കണം, വള്ളങ്ങൾ അളക്കണം. വള്ളങ്ങൾ ഒരു വർഷം ചിലപ്പോൾ ഒരു വർഷം നമ്മൾ പണിക്ക് പോയ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ അത് അങ്ങാട്ടിട്ടും മെയിൻ്റെനൻസ് ചെയ്യും. അതിന് മെയിൻ്റെനൻസ് വരുത്താൻ പാടില്ല, നീളം കുറയാൻ പാടില്ല, വണ്ണം. അപ്പോൾ ഇങ്ങനെ കുറേ നിയമങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുക. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതമാർഗം വഴിമുട്ടിക്ക്. അപ്പോൾ അതിന് തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ കൊച്ചിയിൽ സമരമായിരുന്നു.
ഇവിടെ വള്ളങ്ങൾ കെട്ടിയിട്ട് സമരമാണ്. ഇതിപ്പോൾ കേരളത്തിൽ മുഴുവൻ മത്സ്യത്തൊഴിലാളികളുടെ പരാതികൾ കിട്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചത്. അപ്പോൾ ദയവ് ചെയ്ത് സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഫിഷറീസിൻ്റെ ഫിഷറീസിൻ്റെ കോസ്റ്റൽ പോലീസായാലും ശരി, ഫിഷറീസിൻ്റെ ആളായാലും ശരി, മത്സ്യത്തൊഴിലാളികളുടെ മേൽ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഈ നിയമ നടപടികൾ അവസാനിപ്പിക്കണം. കാരണം ഞങ്ങൾക്ക് പണിയെടുത്ത് സ്വതന്ത്രമായിട്ട് പണിയെടുത്ത് ജീവിക്കാനുള്ള മാർഗ്ഗം നിങ്ങൾ സൃഷ്ടിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഞങ്ങൾ ആരുടെയും പിടിച്ചു പറിക്കാൻ പോണ കൊള്ളക്കാരല്ല. കടലിൽ എന്തെല്ലാം തരം പരിശോധനകൾ നടത്തണമെന്ന് അറിയാമോ? ഫിഷറീസ് വകുപ്പ് പരിശോധിക്കും, കോസ്റ്റ് ഗാർഡ് പരിശോധിക്കും, നേവിക്കാർ പരിശോധിക്കും, മറൈൻ എൻഫോഴ്സ്മെൻറ്റ് പരിശോധിക്കും. ഇതിനു വേണ്ടും പരിശോധന നടത്താൻ ഞങ്ങൾ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി എന്ത് തെറ്റാണ് ചെയ്യണത്? പണിയെടുക്കാൻ പറ്റണില്ലെന്നേ. കൊച്ചിയിൽ കയറുന്നത് അവരുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ആളുകൾക്ക് മൊത്തത്തിൽ ജനത്തിന് ഭയമാണ്. കൊച്ചിയിൽ മത്സ്യബന്ധനം നടത്താൻ പറ്റണില്ല. പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇവരുടെ കർശനമായ പരിശോധനകളും നിയമങ്ങളുമാണ്. നിയമങ്ങൾ ഞങ്ങളുണ്ടാക്കിയല്ല, നിയമങ്ങൾ ഇവർ കൊണ്ടുവന്നെ. ഞങ്ങളോട് ആലോചിച്ചിട്ടൊന്നുമല്ല ഞങ്ങളുടെ മേലെ അടിച്ചാപ്പിക്കുന്നു. അപ്പോൾ ഇവർ തന്നെ തിരുത്തണം. അപ്പം 300 രൂപ ഒരാളിന് ക്ഷേമനിധി വീതം. ഈ തൊഴിലിന് എന്തിനാണ് ക്ഷേമനിധി? ഈ ഒരു ഇതുമില്ലാത്ത തൊഴിൽ ഒരു ഉപകരണത്തിന് ക്ഷേമനിധി അടക്കണമെന്നാണ് പറഞ്ഞത്. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. തൊഴിൽ ഉപകരണത്തിന് തൊഴിലാളി അടക്കണം, തൊഴിൽ ഉപകരണ ആ ഒരു വാഹനം അടക്കണമെന്ന്. ജീവനില്ലാത്ത വാഹനം എന്തിനാണ് ക്ഷേമനിധി അടക്കുന്നത്? ആ ക്ഷേമനിധി പിരിക്കണ പണം എന്തിനു വേണ്ടി ഇവർ ഉപയോഗിക്കണം? അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ മേൽ കോടിക്കണക്കിന് രൂപ ഈ ഇനത്തിൽ ഇവർ പിരിക്കണുണ്ട്. ഈ യാനങ്ങളുടെ ലൈസൻസ് ഫീസ് 300 രൂപ വെച്ച് സ്ത്രീകളുടെ എടുക്കുന്ന പൈസ പിരിക്കുന്നുണ്ട് ക്ഷേമനിധി വീതം. എന്തിനാണ് ഈ പൈസ ഉപയോഗിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? തീരദേശത്ത് എന്ത് ഉപയോഗമാണ് ഇവർ നടത്തുന്നത്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്, മത്സ്യത്തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കണം. കടലിൽ സ്വതന്ത്രമായിട്ട് അവന് പണിയെടുത്ത് ജീവിക്കാൻ പറ്റണം. അവനെ മറ്റേ കള്ളന്മാരെ ഓടിച്ചിട്ട് പിടിക്കും പോലെ മത്സ്യബന്ധനം നടത്തുന്നിടയിൽ ഓടിച്ചിട്ടുള്ള പോലീസ് പരിശോധനയും ഫിഷറീസിൻ്റെ ഈ പരിശോധനകൾ അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ മറ്റ് പല സമരമാർഗ്ഗങ്ങളിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയമാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയമാണ്. പഴയതുപോലെ കടൽ വരുമാനമില്ല, മത്സ്യസമ്പത്ത് കുറവാണ്. അതിനെക്കുറിച്ചൊന്നും പഠിക്കണില്ല സർക്കാർ. കടലിൽ മത്സ്യസമ്പത്ത് എന്തുകൊണ്ട് കുറണമെന്ന് ഒരു പഠനം നടത്താൻ സർക്കാർ തയ്യാറാണില്ല. ചെറു മത്സ്യം അഥവാ വലക്കാത്ത പിടിച്ചാൽ അപ്പോഴും പണം വേണം. ഇവരുടെ ലക്ഷ്യം മുഴുവൻ പണമാണ്, അല്ലാണ്ട് അതിന് നടപടിയല്ല. കടലിൽ മത്സ്യസമ്പത്ത് കുറഞ്ഞ എന്താണെന്ന് പഠിക്കണില്ല. അല്ലെങ്കിൽ കടലിൽ ഈ ചെറു മത്സ്യങ്ങൾ പിടിക്കാൻ കേരളത്തിലെ പരമ്പരാഗതക്കാർ മാത്രമല്ല, ടൺ കണക്കിന് ട്രോളിങ് മുതലാളിമാർ ട്രോളിങ് നശിപ്പിച്ച് അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇവർക്ക് ആരെ പിടിച്ചാലും പണം വേണം. അപ്പം അത്തരം നിയമ നടപടികളിലേക്ക് പോകരുത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ഈ ഇതിൽ നിന്ന് ലൈസൻസ് പുതുക്കലെങ്കിലും ഇപ്പോൾ ഏക ഒരു ഇത് ഞങ്ങളിപ്പോൾ ഡിമാൻഡ് വെക്കണ ഇതാണ്, വർഷാവർഷമുള്ള ലൈസൻസ് പുതുക്കൽ അവസാനിപ്പിക്കുക. അത് നടക്കില്ല ഞങ്ങളെ കൊണ്ട്. ഇത്തരം മാത്രമാണ് ഇത് പറയാനുള്ളത്. ഞങ്ങളിതിപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ സമരമായിട്ട് തന്നെ പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഇത്തരത്തിൽ ഇത് ഒഴിവാക്കണമെന്ന് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഗവൺമെൻറ് ഒഴിവാക്കുന്നില്ല. അങ്ങോട്ട് ഞങ്ങൾക്ക് ഒത്തിരി ക്ഷേമനിധി ഇതുണ്ട്, അതെല്ലാം കട്ട് ചെയ്തു. മണ്ണെണ്ണ ഡീസൽ സബ്സിഡി ഉണ്ടായിരുന്നു, മണ്ണെണ്ണ സബ്സിഡി ഉണ്ടായിരുന്നു. ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇതെല്ലാം ഒരു വർഷക്കാലമായിട്ട് ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങളുടെ ക്ഷേമനിധി വിഹിതം 1 വെച്ചാൽ 2 തരുന്ന, അപ്പം അത് അങ്ങോട്ട് എടുത്തിട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല. പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്. അതായത് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും താളന്നിട്ട് നിൽക്കുക. അല്ല, ഞങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കാം, 25,000 ഇവരാണ് കൊടുക്കാം. ഈ വർഷാവർഷം ലൈസൻസ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ലൈസൻസ് അറിയാമല്ലോ, ഒരു വാഹനം ഓടിക്കുന്ന ലൈസൻസ് എത്ര വർഷത്തേക്കാണ്? ഞങ്ങളിത് പറഞ്ഞു, ഞങ്ങൾ മാത്രം വർഷാവർഷം കൊടുക്കണം. ഞാൻ പറഞ്ഞ ഹൗസ് ബോട്ട് മേഖലയിലില്ല. അവിടെ ആകെ ടണ്ണേജ് കണക്ക് കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ ഇൻബോർഡ് വള്ളത്തിൻ്റെ വലിപ്പമുള്ള ഒരു വലിയ ഹൗസ് ബോട്ടിന് 18 രൂപ, എൻ്റെ അറിവിൽ 18 രൂപയോളം വരും. അതിനപ്പുറത്തേക്ക് അവർക്കൊരു പ്രോസസ്സ് വരുന്നില്ല. അതൊക്കെ വ്യവസായത്തെ പോകുന്നത്. ഞങ്ങൾ ഉപജീവനത്തിന് പോകുന്ന പ്രകൃതിയുടെ സർക്കാരൊന്നും ഇവിടെ നിക്ഷേപിച്ചിട്ടില്ലല്ലോ ഞങ്ങൾക്ക് തരാൻ വേണ്ടി. അങ്ങനെയുള്ളൊരു ജനവിഭാഗത്തെ എന്തിനു വേണ്ടി ഇത്തരം നിയമത്തിൻ്റെ വിധേയരാക്കണം? പക്ഷേ അത് ചൂഷണമാകും. ഇതൊരു ചൂഷണ സംവിധാനമായിട്ട് മാറുന്നു. ഫിഷറീസ് വകുപ്പിന് വേറെ വരുമാന മാർഗ്ഗമില്ല. അപ്പോൾ ഏതാണ്ട് ബി പ്ലാൻ പ്രകാരം ഞങ്ങളിൽ നിന്ന് പരമാവധി അങ്ങോട്ട് വിറ്റുക എന്നുള്ള. പക്ഷേ ഓരോ വർഷവും നിന്നു പോകുന്ന മത്സ്യബന്ധന യാനങ്ങൾ കണക്കെടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. എന്തുകൊണ്ട് നിന്നു പോകുന്നു? ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തും തിരിച്ചൊന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഇപ്പം കപ്പലപകടത്തിൽ ഞങ്ങളുടെ ആവശ്യം സർക്കാർ ആദ്യം നഷ്ടപരിഹാരം, എത്ര വള്ളങ്ങൾ ലക്ഷക്കണക്കിന് രൂപ വില വരുന്നത്, സർക്കാർ ആദ്യം നഷ്ടപരിഹാരം തരിക. അതിനുശേഷം കപ്പൽ കമ്പനി നഷ്ടപരിഹാരം തരുമ്പോൾ ഗവൺമെൻറ് ഞങ്ങൾക്ക് പിടിച്ചോ, ഒരു പാക്കേജ് ഉണ്ടാക്കുക ഞങ്ങൾക്ക് വേണ്ടി. ഓരോ ദിവസവും നിരവധി വള്ളങ്ങളുടെ വിലകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.